ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ് ഫ്രം ജിദ്ദ. അപ്പോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഒരു കെമിസ്ട്രി ടീച്ചറാണ്. കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, മാത്ത് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, കെമിസ്ട്രി ആരെയും കണ്ടില്ല, മറ്റ് സബ്ജക്റ്റുകളൊക്കെ കണ്ടു എന്നുള്ളത് അല്ലെ. കെമിസ്ട്രി നമ്മുടെ ഇപ്പോ ആദിൽ സാറിന് ഇതിന്റെ കുറച്ചും കൂടെ മുമ്പ് കിട്ടിയിട്ടുണ്ട്, എൻട്രി ജോബിലാണ്. എല്ലാവരും തിരക്കിലാണ്, അതുകൊണ്ടാണ് കെമിസ്ട്രിയുടെ കുറച്ചും കൂടെ ലേറ്റ് ആയത് കേട്ടോ. സോ ഇന്ന് നമുക്ക് കെമിസ്ട്രിയുടെ ഒരു ഫീഡ്ബാക്കും കരിയർ ജേർണി ഒക്കെ ചെയ്യാൻ നമ്മുടെ കൂടെ ഉള്ളത് ആളുടെ പേര് നെസ്നി എന്നാണ്. അപ്പൊ ആൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ ആളെ കുറിച്ച് പറയാം കേട്ടോ. ആളെന്താന്ന് വെച്ചാല് നമ്മുടെ മാസ്റ്ററിങ് IGCSE ആൻഡ് A ലെവലിലെ സെക്കൻഡ് ബാച്ചിലെ ടീച്ചറാണ്. ഓക്കെ, അപ്പോ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നന്നായിട്ട് ആളുടെ ഡെമോൺസ്ട്രേഷൻ ഒക്കെ അങ്ങനെയാണ് ആൾ പ്രസന്റ് ചെയ്തത്. ആൾക്ക് ജോബ് കിട്ടിയിരിക്കുന്നത് സെക്കൻഡ് ബാച്ചിലെ കംപ്ലീറ്റ് A ലെവൽ ഒന്നും ആൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. IGCSE കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആൾ എന്ത് ചെയ്തു, പിന്നെ അതിന്റെ ഡെമോൺസ്ട്രേഷൻ കൊടുത്തു. പിന്നെ A ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് നമ്മൾ തന്നെ നമ്മുടെ മെജൂസ് പാർക്കിൽ ഒരു വേക്കൻസി നമ്മുടെ അടുത്ത് വന്നു, ഫിസിക്സിന്റെ കെമിസ്ട്രി വേണമെന്ന് പറഞ്ഞ് നമ്മുടെ മെമ്പേഴ്സ് ഗ്രൂപ്പിൽ കൊടുത്തു. അങ്ങനെയാണ് അവർ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് മെജൂസ് പാർക്കിലെ 2 ടീച്ചേഴ്സാണ് പോയത്. ഒന്ന് നമ്മുടെ ഫസ്റ്റ് ബാച്ചിലെ ഒരു ടീച്ചറും, രണ്ടാമത് ഫസ്റ്റ് ബാച്ചിലെ ടീച്ചർ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയ ടീച്ചറാണ്. സെക്കൻഡ് ബാച്ചിലുള്ള ഒരു ടീച്ചറും. പക്ഷെ അവര് സെലക്ടഡ് ആക്കിയത് സെക്കൻഡ് ബാച്ചിലുള്ള ഒരു ടീച്ചറായിരുന്നു. 2 ടീച്ചേഴ്സും പെർഫെക്റ്റ് ആയിട്ട് ഡെമോ കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷെ ചെറിയൊരു കാര്യം, പിന്നെ നെസ്നീനെ ഹൗ ടു ബിക്കമും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ടീച്ചർ എങ്ങനെ പോകണം, ഡ്രസ്സിങ്, ബോഡി ലാംഗ്വേജ്, പങ്ക്ച്വാലിറ്റി, അതെല്ലാം എക്സ്ട്രാ ഒരു കുറച്ചും കൂടെ ക്വാളിറ്റി നെസ്നീനുണ്ട്. അതായിരിക്കാം മേ ബി, കാരണം രണ്ടുപേരും സൂപ്പർ ആയിട്ട് ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നവരാണ്. അപ്പൊ അതിന്ന് നെസ്നീനാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇനി കൂടുതൽ വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നില്ല കേട്ടോ. നെസ്നീന്റെ അടുത്തേക്ക് പോവാം. നെസ്നീൻ, എങ്ങനെയാണ് ഒരു കരിയർ ജേർണി, എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബാക്കി എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ്, മെജൂസ് പാർക്ക് ട്രെയിനിങ്, ജോബ് കിട്ടിയത്, ഇന്റർവ്യൂ പോയത്, ആ ഒരു കംപ്ലീറ്റ് ജേർണി ഒന്ന് ഷെയർ ചെയ്യോ ടീച്ചേഴ്സായിട്ട്? ഓക്കെ മാം, ഫസ്റ്റ് ഓഫ് ഓൾ മുനീറ മാമിന് ഒരു ബിഗ് സല്യൂട്ട്. അത് മുനീറ മാം ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ജോബ് കിട്ടിയത്. അത് 100% ഞാൻ എവിടെ വേണമെങ്കിലും പ്രൗഡ്ലി പറയും. ബിക്കോസ് ഞാൻ BSc കംപ്ലീറ്റ് ചെയ്തതാണ്. പിന്നെ കമ്പ്യൂട്ടർ കോഴ്സസ് അത് ഇതൊക്കെ ചെയ്തിരുന്നു. ആദ്യം ഞാൻ UAE-ലായിരുന്നു. അപ്പൊ അവിടെ പോയപ്പോ അവിടുന്ന് അതിന്റെ അടുത്തുള്ള ഒരു ചെറിയ സ്കൂളിൽ താൽക്കാലികമായിട്ട് വർക്ക് ചെയ്തു എന്നല്ലാണ്ട് പിന്നെ അങ്ങനെ ഞാൻ കാര്യമായിട്ടൊരു കരിയറിലേക്ക് ഫോക്കസ് ചെയ്തിരുന്നില്ല. ബിക്കോസ് എനിക്ക് ചെറിയ കുട്ടികളും ഇതൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഞാനും അത്ര ഇൻട്രസ്റ്റ് എടുത്തിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് നല്ല കരിയർ ഗ്യാപ്പ് വന്നു. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 15 years ആയി. അപ്പൊ ഇപ്പൊ മക്കളൊക്കെ വലുതായത് കൊണ്ട് ഇപ്പൊ ഞാൻ ഒന്നും കൂടെ ഈ ഏതെങ്കിലും ഒരു കരിയർ ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തുകൊണ്ട് എനിക്ക് ടീച്ചിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൂടാ. ആദ്യം എനിക്ക് ടീച്ചിങ് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയും ടീച്ചിങ് ആകുമ്പോൾ ഉച്ചവരെയല്ലേ ഉള്ളൂ, അങ്ങനെയെല്ലാം ആലോചിച്ചിട്ടാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ബൈ ചാൻസ് മുനീറ മാമിന്റെ വീഡിയോ കാണുന്നത് യൂട്യൂബില്. അങ്ങനെ ഞാൻ കുറെ മുനീറ മാമിന്റെ വീഡിയോസ് ഒക്കെ കണ്ടപ്പം തന്നെ എനിക്ക് ആ ഒരു മോട്ടിവേഷനും ഒരു ഇൻസ്പിറേഷനും യെസ് എനിക്കും പറ്റും എന്നുള്ള ആ വീഡിയോസ് തന്നെ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ മാസ്റ്ററിങ് IG കോഴ്സാണ് എടുത്തത്. അപ്പം ആ കോഴ്സ് എടുത്തുകൊണ്ടിരിക്കുമ്പം തന്നെ ഞാനൊരു CV ഉണ്ടാക്കി അയക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എവിടുന്നും അങ്ങനെ ഒരു കോളും ഇതും ഒന്നും വരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നി എന്റെ CV-ലൊക്കെ എന്തൊക്കെയോ മിസ്റ്റേക്സ് ഉണ്ട്, അതെല്ലാം ഒന്ന് റെഡിയാക്കണം. അപ്പൊ ഞാൻ ഹൗ ടു ബിക്കം മുനീറ മാമിന്റെ തന്നെ വേറൊരു കോഴ്സ് ഉണ്ടായിരുന്നു, അതിനെ പറ്റി അന്വേഷിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി CV ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറെ ഇനിയും അറിയാനുണ്ട്. ഇതൊന്നും അല്ല CV. ഇനിയും CV മാത്രമല്ല, അത് കഴിഞ്ഞിട്ടും കുറെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലായത് കൊണ്ട് ഞാൻ ഹൗ ടു ബിക്കം കോഴ്സും കൂടെ എടുത്തു. എന്നിട്ട് അത് എടുത്ത് കഴിഞ്ഞിട്ട് CV എല്ലാം ഞാൻ ഒന്നും കൂടെ അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ഉണ്ടാക്കിയ CV ഒന്നും അല്ല. CV എന്ന് പറഞ്ഞാല് ഞാൻ വിചാരിച്ചിരിക്കുന്ന CV വേറെയാണ്. മുനീറ മാമിന്റെ ക്ലാസ് എടുത്തതോടുകൂടി എനിക്ക് മനസ്സിലായി CV കുറെ ഇനി മാറ്റം വരുത്താനുണ്ട്. അപ്പൊ അതില് ഞാൻ CV-യും കുറെ മാറ്റം വരുത്തി. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു വേക്കൻസി മുനീറ മാം അങ്ങനെ സജസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ അതിന് അപ്ലൈ ചെയ്തു. അങ്ങനെ അവരെന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ വിളിച്ചപ്പം തൊട്ട് പിന്നെ ഞാൻ മുനീറ മാമിന്റെ വീഡിയോസ് ഒക്കെ റീപ്ലേ ചെയ്ത് കേൾക്കുകയായിരുന്നു. കാരണം ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അവിടുന്ന് എങ്ങനെയൊക്കെ നമ്മൾ ബിഹേവ് ചെയ്യണം, പിന്നെ നമ്മളെ ഡ്രസ്സിങ്, നമ്മളെ ഇംഗ്ലീഷ് ആക്സെന്റ് ഒന്നും വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും
വേറെ കുറേ കാര്യങ്ങളുണ്ട് അതിൽ ശ്രദ്ധിക്കാൻ. മൈന്യൂട്ട് കാര്യങ്ങൾ വരെ, ഈവൻ ഫോൺ എങ്ങനെ പിടിക്കണം, ഫോൺ ഓണേ ആക്കാൻ പാടുണ്ടോ, ഇതൊക്കെ ഞാൻ ആലോചിച്ച് കുറേ ഇന്റർവ്യൂവിന് പോകുന്ന തലേന്ന് ആ വീഡിയോ ഞാനൊരു 4-5 പ്രാവശ്യം റീപ്ലേ ചെയ്തിട്ട് കേട്ടിട്ടുണ്ടാവും. അത്രക്ക് ഞാൻ ആ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും ശ്രദ്ധിച്ചിരുന്നു. അപ്പം പിന്നെ പങ്ക്ച്വൽ ആവാനും ഇവിടുന്നാണെങ്കിൽ എനിക്ക് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അവിടെ എത്താൻ. അപ്പോൾ വളരെ നേരത്തെ ഞാൻ ഇറങ്ങി. എന്തായാലും പങ്ക്ച്വാലിറ്റി ഒരു വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അൽഹംദുലില്ലാ ഒരു 10 മിനിറ്റ് മുന്നേ ഞാൻ അവിടെ എത്തി. എന്നിട്ട് പിന്നെ അപ്പൊ പക്ഷെ അവര് വിളിക്കാൻ എന്നെ അരമണിക്കൂർ കഴിഞ്ഞിരുന്നു. പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ അനങ്ങാണ്ടിരുന്ന് വെയിറ്റ് ചെയ്ത്. ഫോണൊന്നും ഞാൻ തൊട്ടേ ഇല്ല. കാരണം മുനീറ മാം എസ്പെഷ്യലി പറഞ്ഞിരുന്നു ഫോണൊന്നും എടുക്കണ്ട. അപ്പൊ അതൊക്കെ ഞാൻ എന്റെ തലയിൽ ഫുൾ ഓടുന്നത് മാമിന്റെ വീഡിയോസ്. മാം എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്, ഇരിക്കുമ്പോ എന്ത് ചെയ്യണം, ഇതൊക്കെ തന്നെയായിരുന്നു ഞാൻ അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ ഒബ്വിയസ്ലി ഞാൻ ഡെമോക്ക് പ്രസന്റേഷൻ ഒക്കെ അത് മാസ്റ്ററിങ് IG-ന്റെ ഇതുപോലെ തന്നെ ഞാൻ ഡെമോ ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫൈനലി അവര് ഡെമോ എടുക്കാൻ വിളിച്ചു. അപ്പൊ ഞാൻ ഡെമോ എടുത്തു. അപ്പം ഞാൻ മാമിന്റെ ഇൻസ്ട്രക്ഷൻസ് പോലെ തന്നെയുള്ള ഒരു PPT ആയിരുന്നു പ്രിപ്പയർ ചെയ്തത്. അപ്പം ഡെമോ എടുത്തോണ്ടിരിക്കുമ്പോ ഒരു 5 to 10 മിനിറ്റ്സ് ആയപ്പോ തന്നെ അവര് ഓക്കെ സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ഇന്റർവ്യൂ ചെയ്തു. അവിടെ തന്നെ ഇന്റർവ്യൂ ചെയ്തു. അപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്നേരം ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസും എല്ലാം മാം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ആൻസർ ചെയ്യണം, ഇതാക്കണം എന്നൊക്കെ. അപ്പൊ മാം പറഞ്ഞ ചില ക്വസ്റ്റ്യൻസും അവര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്ത് ആൻസർ ചെയ്യണം എന്നല്ല. അപ്പൊ അത് മാം പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ആൻസർ ചെയ്തത് എല്ലാം. എന്താ പറയാ, എനിക്ക് ആ ജോബ് കിട്ടിയതിന് 100% ഞാൻ പറയും, ഈ കോഴ്സ് എടുത്തത് കൊണ്ട് മാത്രമാണ്. അത് എനിക്ക് എവിടെ വേണമെങ്കിലും പ്രൗഡ്ലി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അൽഹംദുലില്ലാ അപ്പം തന്നെ അവര് ഓക്കെ യു ക്യാൻ കം സ്റ്റാർട്ട് ഓൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് എന്റെ കരിയർ ജേർണി. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ആ ഓക്കെ ഒരു മാം. ജോബ് 15 വർഷത്തെ കരിയർ ഗ്യാപ്പ് കഴിഞ്ഞ് ആ ജോബ് അവര് നിങ്ങളെ എടുത്തു സെലക്റ്റഡ് എന്ന് പറഞ്ഞപ്പോ എന്താ തോന്നിയത്? ഭയങ്കര സന്തോഷമായി. എന്താ പറയണ്ടേ, എനിക്ക് ഭയങ്കര സന്തോഷം, ഞാൻ കരഞ്ഞിരുന്നു സത്യം പറഞ്ഞ, എക്സൈറ്റ്മെന്റും സന്തോഷവും എല്ലാം കൊണ്ട്. അപ്പൊ എന്റെ മോളെ കൂടെയായിരുന്നു ഞാൻ പോയത്. അപ്പൊ മോള് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇറങ്ങി വന്നിട്ട് ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ട് കരഞ്ഞു. അപ്പൊ മോള് പറഞ്ഞു എല്ലാരും ജോബ് കിട്ടിയാൽ സന്തോഷം ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഈ സന്തോഷം കൊണ്ടാണ് ഞാൻ കരയുന്നത്. ബിക്കോസ് എബ്രോഡ് വന്നിട്ടുള്ള എന്റെ ഇത്രയും ഇയേഴ്സിന് ശേഷമുള്ള ഫസ്റ്റ് ജോബാണ്. അപ്പൊ അത് ഇങ്ങനെ കിട്ടിയത് കൊണ്ടുള്ള സന്തോഷം കൊണ്ടാണ് ഞാൻ കരുതുന്നത്. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ വെരി ഗ്രേറ്റ്ഫുൾ ടു അള്ളാഹ്. പിന്നെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ പറയാച്ച എന്റെ ഈ അനുഭവം കൊണ്ട് ഞാൻ പറയാന്ന് വെച്ചാൽ ആർക്കും വേണമെങ്കിലും പറ്റും. അതിന് ഒരു കരിയർ ഗ്യാപ്പ് ഒരു പ്രശ്നമല്ല, ഇംഗ്ലീഷ് ഒരു പ്രശ്നമല്ല. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ മാം. പിന്നെ നമ്മള് ഡെമോ പ്രസന്റേഷൻ അതൊക്കെ ചെയ്ത് കുട്ടികള് ഏത് നാഷണാലിറ്റി, ഐ മീൻ പിന്നെ ഇന്ത്യൻസ് ഒക്കെ ഉണ്ടോ? അങ്ങനത്തെ സ്റ്റുഡൻസ് ഉള്ള സ്കൂളാണോ? ആരാണ് അല്ല കുട്ടികള്? ഇത് അമേരിക്കൻ കരിക്കുലം സ്കൂളാ. ഇന്ത്യൻ സ്റ്റുഡൻസ് ഇല്ല. ഞാൻ കംപ്ലീറ്റ്ലി അറബ്സ് ഉണ്ട്, ജോർദൻസ്, ഈജിപ്ഷ്യൻസ്, പിന്നെ സൗത്ത് ആഫ്രിക്ക, സിറിയ, ഇങ്ങനെയെല്ലാം ഉള്ള കുട്ടികളാ. ഇന്ത്യൻസിനെ ഞാൻ തീരെ കണ്ടില്ല. പിന്നെ ഇപ്പൊ ഒരു 1 വീക്ക് പോകുമ്പോ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ജോബൊക്കെ കണ്ട് പഠിക്കുന്നതൊക്കെയാണ്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇംഗ്ലീഷ് അങ്ങനെ ഭയങ്കര ഒരു പേടിയാക്കേണ്ട കാര്യമുണ്ടോ നമ്മള് ടീച്ചേഴ്സ്? ഇല്ല, അത് ഇംഗ്ലീഷ് ടീച്ചർക്ക് മാത്രം കുറച്ചും കൂടെ ഒരു ഇംഗ്ലീഷ് ആക്സന്റ് വേണം. അതാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലായാൽ മതി. പിന്നെ അവർ പറയുന്നത് നമുക്ക് മനസ്സിലായാൽ കാര്യങ്ങളൊക്കെയാണ്. അല്ലാണ്ട് വേറെ ഇംഗ്ലീഷ് അങ്ങനെ. നമ്മുടെ സംസാരം ഇവർക്കൊന്ന് മനസ്സിലാക്കണം. അവര് പറയുന്നത് നമുക്ക് മനസ്സിലായി, നമുക്ക് ആ സബ്ജക്ട് നന്നായിട്ട് പഠിപ്പിക്കാം. അതെ. ഇനി ഇപ്പൊ ഇതില് കുറെ ടീച്ചേഴ്സ് കരിയർ ഗ്യാപ്പും കുട്ടികളുടെ അവരുടെ ഡെലിവറി അങ്ങനെയൊക്കെ സമയത്തൊക്കെ ഒന്നും ചെയ്യാതൊക്കെ ഇരിക്കുന്നവര്, ചെറിയ മക്കളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോ ഇപ്പൊ മെജൂസ് പാർക്കിന്റെ കോഴ്സും എടുത്ത് നന്നായിട്ട് ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ കോഴ്സ് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴും എങ്ങനെയായിരുന്നു? അതായത് നമ്മളിപ്പോ കോഴ്സ് തന്നു പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു IG A level ഒക്കെ പറഞ്ഞ സബ്ജക്ട് നോളജ് ഒക്കെ കുറെ ഒരു ഗ്യാപ്പില് വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഈ ട്രെയിനിങ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു കരിയർ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് എങ്ങനെയായിരുന്നു അത് പ്രാക്ടീസ് ചെയ്തത്? ട്രെയിനിങ് നമ്മൾ തന്നിട്ടുണ്ട്, എന്നാൽ ആ പ്രാക്ടീസിങ്ങിന് എത്ര ദിവസം അതെ. ആ ട്രെയിനിങ്ങിൽ എന്ന് വെച്ചാൽ അവരിങ്ങനെ ഞാൻ ചെയ്ത എന്റെ മെത്തേഡ് എന്ന് വെച്ചാൽ
അവരിങ്ങനെ ട്രെയിനിങ് ചെയ്തപ്പോ അവര് തന്ന എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എനിക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ആ ഡൗട്ടിനെ ഫസ്റ്റ് മുതൽ ക്ലിയർ ചെയ്യാൻ നോക്കി. ബിക്കോസ് എനിക്ക് കരിയർ ഗ്യാപ്പ് ഉണ്ട്, സബ്ജക്ട് കുറച്ച് ടച്ച് വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് ഒരു വേർഡ് മാത്രം അതിന്റെ മീനിങ് മാത്രം അറിഞ്ഞാൽ പോരാ. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ ആ വേർഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സെർച്ച് ചെയ്തു, അതിനെ പറ്റിയിട്ടുള്ളത് വായിച്ചു, പിന്നെയും അതിന്റെ എന്തെങ്കിലും ആണെങ്കിൽ പിന്നെയും അതിനെ പറ്റിയിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു. അങ്ങനെയാണ് പിന്നെയും ഫെമിലിയർ ആയി, കുറച്ചും കൂടെ സബ്ജക്ട് ടച്ച് ആയി, റിവിഷൻ ചെയ്തു. ഇനിയും എനിക്ക് കുറെ ചെയ്യാനുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഇനിയും എ ലെവൽസിന്റെ ഡെമോക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോഴും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിങ്ങനെ എ ലെവൽസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഐജിനെക്കാട്ടും കുറച്ചും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറേ പിന്നെയും റിവൈസ് ചെയ്യാനുണ്ട്. അപ്പൊ ആ റിവിഷൻ ചെയ്യുന്തോറും ഐജിയും കുറച്ചും കൂടെ എളുപ്പമായി വരും എ ലെവൽസ് റിവൈസ് ചെയ്യുമ്പോൾ. അങ്ങനെയാണ് സ്റ്റാർട്ടിങ് മുതൽ ഹാർഡ് വർക്ക് നന്നായിട്ട് ഇട്ടു അല്ലെ? നന്നായിട്ട് ചെയ്ത. എന്റെ അടുത്ത് കുറെ നോട്ട്ബുക്സ് തന്നെ ഇപ്പം കംപ്ലീറ്റ് ആയി, എഴുതി എന്റേതായ രീതിയിൽ ഞാൻ ആ വർക്ക് ഷീറ്റ്സും എനിക്ക് നമ്മൾ ഓരോരാൾക്ക് ഓരോ സ്റ്റൈൽ ഉണ്ടാവുമല്ലോ റിവൈസ് ചെയ്യുന്നതിന്റെ. അപ്പൊ അതിന് തന്നെ എന്റെ അടുത്ത് 3-4 നോട്ട്ബുക്സ് കംപ്ലീറ്റ് ആയി ഇങ്ങനെ റിവൈസ് അപ്പൊ അത് ചെയ്ത്. വളരെ ഈസി ആയിട്ട് ഇനി പറ്റും. അപ്പൊ ഇനി ഇപ്പൊ നമ്മുടെ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ 3rd ബാച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ കെമിസ്ട്രി ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അവരോട് എന്താണ് ആ ടീച്ചേഴ്സിനോട് ആ ഒരു ട്രെയിനിങ്ങിലൂടെ പോകുമ്പോ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നാ പറയുന്നത്? അപ്പൊ ഇതേപോലെ ഇങ്ങനെ സബ്ജക്ട് വിട്ടുപോയതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് വരുമ്പോ അതിന്റെ മീനിങ് അതിന്റെ ഇത് മാത്രം നോക്കാതെ അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ വായിച്ച് അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ടോപ്പിക്സ്, കൂടുതൽ വീഡിയോസ് കാണുക, കൂടുതൽ ടെക്സ്റ്റ് ബുക്കിൽ അതിനെ പറ്റിയിട്ട് നോക്കുക. അങ്ങനെ കൂടുതൽ അതിനെ പറ്റിയിട്ട് തന്നെ ഇതാക്കുമ്പോ നമുക്ക് അതിനെപ്പറ്റി കുറേ ഇങ്ങനെ കിട്ടും. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കുറേ കിട്ടും. അതിന്റെ റെക്കമെൻഡേഷൻസ് വരുമ്പോൾ ഞാൻ ആ റെക്കമെൻഡേഷൻസിലുള്ള വീഡിയോസും കാണും. പിന്നെ വേറെയും കുറെ വർക്ക് ഷീറ്റ്സ് നോക്കും. സെയിം ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ടീച്ചേഴ്സ് ഇപ്പൊ ഒരു ഓറിയന്റേഷൻ ഫയൽ കണ്ടിട്ട് പിന്നെ ആ ഒരു 1 by 1 ആയിട്ടില്ലേ, ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ശരിക്കും റിവൈസ് ചെയ്യുക, അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അവർ ക്ലാസ് കാണുന്ന സമയത്തും? അതിൽ നിന്ന് നോട്ട്സ് എല്ലാം ആക്കിയിട്ട്, അല്ലാതെ ഫസ്റ്റത്തെ ക്ലാസ് കണ്ട് ലാസ്റ്റത്തേക്ക് പോയാൽ ഒന്നും മനസ്സിലാവില്ല അവർക്ക്. ഇല്ല. ഞാൻ ഒരു വീഡിയോ തന്നെ ഞാൻ 3-4 പ്രാവശ്യം പോസ് ചെയ്യും, എന്നിട്ട് പിന്നെയും റീപ്ലേ ചെയ്യും. എന്നിട്ട് അതിൽ ആ പറഞ്ഞതിൽ എന്തെങ്കിലും എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെയും റീപ്ലേ ചെയ്യും, പിന്നെയും ഞാൻ ചെയ്തു നോക്കും. ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് വീണ്ടും മനസ്സിലാക്കിയിട്ട് അത് ചെയ്താക്കി അല്ലെ? അതെ. പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാനുള്ളത് നസ്നീൻ, നമ്മുടെ ഈ ഒരു ഡെമോൺസ്ട്രേഷന്, മജൂസ് പാർക്കിലെ ഡെമോൺസ്ട്രേഷന് ഒരു ഇന്റർനാഷണൽ ടീച്ചിങ് മെത്തേഡ് ആണല്ലോ തന്നത്. ഓക്കെ, അത് അവിടെ പോയിട്ട് ഡെമോ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് മറ്റു ടീച്ചേഴ്സിനൊക്കെ കിട്ടിയ നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. അവര് എന്തായിരുന്നു പിന്നെ നസ്നീൻ ജോയിൻ ചെയ്ത സ്കൂൾ മാനേജ്മെന്റിന് പറയാനുള്ളത് ആ ഡെമോ കണ്ടപ്പോ? അവര് ചോദിച്ചു. ഡെമോനെ പറ്റിയിട്ട് അവരങ്ങനെ ഫീഡ്ബാക്ക് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞു ഓക്കെ വി ആക്സെപ്റ്റ് യു എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പൊ എന്നിട്ട് എന്നോട് ഇത് ചോദിച്ചു, എവിടെ നിന്നായിരുന്നു ഈ ട്രെയിനിങ് ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ മെഡൂസ് പാർക്കിന്റെ പേരും മുനീറ മാമിന്റെ പേരും എല്ലാം പറഞ്ഞു. അപ്പൊ അവര് ഓക്കെ വി വിൽ റിസർച്ച് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞു. പിന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിച്ചിരുന്നു അവര്. സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ സെൽഫ് ഇൻട്രൊഡക്ഷനില് റീസെന്റ്ലി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ട്രെയിനിങ്ങിന്റെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ടോ? അതും പറഞ്ഞു. അപ്പൊ നമ്മുടെ ട്രെയിനിങ് എടുക്കുന്ന ടീച്ചേഴ്സിന്റെ അടുത്ത് പറയാന്, അവര് സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോ തന്നെ ട്രെയിനിങ്ങിന്റെ കാര്യം അവിടെ നിന്ന് പറയാം. കാരണം ഒരു ഇന്റർനാഷണൽ പ്രാക്ടീസിങ് ആണല്ലോ. ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു, ഞാൻ എനിക്ക് ഡിഗ്രി മാത്രമാണുള്ളത്, പിന്നെ ചെറിയ ആഡ് ഓൺ കോഴ്സസ് ആ ചെയ്തത്. ബട്ട് റീസെന്റ് ഐ ഡിഡ് ദിസ് ട്രെയിനിങ് ഓഫ് ഇന്റർനാഷണൽ ടീച്ചേഴ്സ് ട്രെയിനിങ്, മാസ്റ്ററിംഗ് ഐ ജി ആൻഡ് എ ലെവൽ ട്രെയിനിങ്. സോ ഈ ട്രെയിനിങ് ചെയ്തത് കൊണ്ട് ഇറ്റ് ഹെൽപ് മീ എ ലോട്ട് ടു എൻഹാൻസ് മൈ സ്കിൽ ഇൻ ഡെലിവറിങ് സ്റ്റുഡന്റ് സെന്റേർഡ് ലേണിംഗ് എക്സ്പീരിയൻസസ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു. ആ ട്രെയിനിങ് കൊണ്ട് ആണ് എനിക്ക് ഇത് പറ്റിയത് എന്നുള്ളത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. സെൽഫ് ഇൻട്രൊഡക്ഷൻ എടുക്കുന്ന ടീച്ചേഴ്സ് ട്രെയിനിങ് എടുത്തിട്ട് എക്സ്പീരിയൻസ് ഇല്ല എന്ന് വിചാരിച്ച് നിൽക്കരുത്. അവര് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, സ്കൂളിൽ പോയിട്ട് അവര് സെൽഫ് ഇൻട്രൊഡക്ഷൻ തന്നെ ഇതിനെക്കുറിച്ച് പറയാം. കാരണം നാട്ടിൽ നിന്ന് വന്നവർക്ക് ഇപ്പൊ ഇവിടെ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലെ? അപ്പൊ നസ്നീൻ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ട്രെയിനിങ് ഒക്കെ കൊടുത്തോണ്ട് ഒരു ഇന്റർനാഷണൽ വർക്ക് അറ്റ്മോസ്ഫിയറും ടീച്ചിങ് പ്രാക്ടീസ് എല്ലാം എന്താണ് ട്രെയിൻ ചെയ്തതാന്നുള്ളതും കൂടെ അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അതല്ലേ ഇത് പറയുന്നത്? അപ്പൊ നസ്നീന്റെ അടുത്ത് ഒരു കാര്യം കൂടി, നസ്നീന് BEd ഉണ്ടോ? ഇല്ല, ഞാൻ BSc കെമിസ്ട്രി കഴിഞ്ഞതാണ്. BSc കെമിസ്ട്രി കഴിഞ്ഞിട്ടുള്ള നസ്നീൻ ഹൈസ്കൂൾ കെമിസ്ട്രി ടീച്ചർ ആയിട്ട് മാഷാ അല്ലാഹ്
അമേരിക്കൻ സ്കൂളിൽ ജോയിൻ ആയിട്ടുള്ളത്. പിന്നെ MSc ഇല്ല, എന്താ ഇല്ല. B.Ed MSc ഇല്ല, ഇല്ല. B.Ed. അപ്പൊ ഹാർഡ് ഇല്ല. വർക്കിന്റെ റിസൾട്ട് തന്നെയാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാം. ഓക്കെ താങ്ക് യു സോ ടീച്ചേഴ്സ്, മച്ച്. ഓക്കെ ടീച്ചേഴ്സ്, എന്ത് തോന്നുന്നു? നിങ്ങൾ ഇങ്ങനെ പേടിച്ചിരുന്നോ? ഡിഗ്രി മാത്രം BSc കെമിസ്ട്രി കൊണ്ട് ആൾക്ക് B.Ed ഇല്ല, പിന്നെ എന്താ പറയാ MSc ഇല്ല. പക്ഷെ എന്താണ്, ട്രെയിനിങ് എടുത്തു എന്ന് വിചാരിച്ച് നമുക്ക് ജോബ് കിട്ടൂല. ആ ട്രെയിനിങ് എടുത്തിട്ട് ആൾ എന്ത് ചെയ്തു, അതിലേക്ക് വേണ്ടി ടൈം അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ആള് ഡിസൈഡ് ചെയ്തു ഇനി ഗിവ് അപ്പ് ചെയ്യുന്ന പ്രശ്നമില്ല. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട്, എങ്ങനെ ടീച്ചർ പറഞ്ഞ, ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്, വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ വീണ്ടും ചെയ്യുക, എന്നിട്ട് കുറച്ചുകൂടെ റിസർച്ച് ചെയ്യുക, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യുക. അപ്പൊ തന്നെ നമ്മൾ ആ സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആയിട്ട് മാറും. പിന്നെ ബാക്കിയുള്ള ഒരു ഇന്റർനാഷണൽ ടീച്ചിങ് എങ്ങനെയാന്നുള്ളത് പോയിട്ട് അങ്ങോട്ട് പെർഫോം ചെയ്യാം. അത്രേ ഉള്ളൂ. ഇംഗ്ലീഷ് ഒന്നും പേടിക്കണ്ട. എനിക്കറിയാം മാഡം നസ്നീന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ തന്നിട്ടുണ്ടാവും. അപ്പൊ ഇനി പേടിക്കണ്ട. ആ പേടിച്ചിരിക്കുന്ന ആ പേടി അങ്ങോട്ട് മാറ്റുക, പ്രാക്ടീസ് ചെയ്യാൻ മുന്നോട്ട് വരിക. എല്ലാവർക്കും ജോബ് കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്.